ശശി തരൂർ എംപിക്ക് നേരെ കയ്യേറ്റ ശ്രമം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പോകുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത്. ഒരു എംപിക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം സംഭവിച്ചതിൽ കോൺഗ്രസ് നേതൃത്വങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് എംപി ശശി തരൂരിന്റെ വാഹനവ്യൂഹം മലപ്പുറം വണ്ടൂരിൽ വെച്ച് ഒരു സംഘം തടയുകയും സുരക്ഷാ ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. വെള്ളിയാഴ്ച നടന്ന സംഭവത്തിൽ വണ്ടൂർ പോലീസ് കേസെടുത്ത് 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വണ്ടൂരിലെ UDF സ്ഥാനാർത്ഥി AP അനിൽകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോകുന്നതിനിടെയാണ് തരൂരിന് നേരെ ആക്രമണം ഉണ്ടായത്. 2 കാറുകളിലായി എത്തിയ 8ഓളം പേർ ശശി തരൂർ സഞ്ചരിച്ച വാഹനത്തെ തടയുകയായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ സുരക്ഷാ വിഭാഗം അറിയിച്ചു. 2 വാഹനങ്ങളിലായാണ് തരൂരും സംഘവും സഞ്ചരിച്ചിരുന്നത്. ഇതിൽ തരൂർ ഉണ്ടായിരുന്ന ആദ്യ വാഹനമാണ് അക്രമികൾ തടഞ്ഞത്. വാഹനം മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തി സംഘം കാറിന്റെ ചില്ലുകളിൽ ശക്തമായി അടിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. ഇത് തടയാനായി പുറത്തിറങ്ങിയ തരൂരിന്റെ ഗൺമാനെ സംഘം ശാരീരികമായി ഉപദ്രവിച്ചുവെന്നാണ് പരാതി. സംഭവത്തിൽ കേസെടുത്ത വണ്ടൂർ പോലീസ് പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേരെ പിടികൂടി ചോദ്യം ചെയ്തു വരികയാണ്. ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഈ ആക്രമണത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. റോഡിലെ തർക്കമാണോ അതോ മറ്റ് കാരണങ്ങളാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ആക്രമണത്തിന് പിന്നാലെ വണ്ടൂരിൽ നടന്ന പ്രചാരണ യോഗത്തിൽ തരൂർ സംസാരിച്ചു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേരളത്തിന്റെ ഭാവി വികസനത്തിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമാണ് UDF മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രമുഖ നേതാക്കൾക്ക് നേരെയുണ്ടായ ഈ ആക്രമണം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്ന് UDF നേതൃത്വം ആവശ്യപ്പെട്ടു. ഏപ്രിൽ 9-നാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മെയ് 4-ന് വോട്ടെണ്ണൽ നടക്കും. അതേസമയം CPIM-ഉം BJP-യും തമ്മിലുള്ള ഒരു കരാറും തെരഞ്ഞെടുപ്പിൽ വിജയിക്കില്ലെന്നും ശശി തരൂർ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസിന് ജനങ്ങളുമായാണ് ഇടപാടെന്നും വാദിച്ചു. കായംകുളത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു തരൂർ. അത്തരമൊരു ധാരണ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് CPM-ഉം BJP-യും തമ്മിൽ മാത്രമായിരിക്കുമെന്നും പറഞ്ഞു. അധികാരത്തിൽ തുടരുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നതാണ് BJP-യുടെ ലക്ഷ്യം. അതിനാൽ എന്തെങ്കിലും കരാറുണ്ടെങ്കിൽ അത് ഇടതുപക്ഷവും BJP-യും തമ്മിലായിരിക്കും. ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചാൽ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. കോൺഗ്രസ് വോട്ടുകളിൽ BJP വിഴുങ്ങിയാൽ അത് അവർക്ക് ഗുണം ചെയ്യുമെന്നും അവർക്കറിയാം. മറുവശത്ത് കോൺഗ്രസിന് ജനങ്ങളുമായി ഒരു കരാറുണ്ട്. ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ വിജയിച്ചാൽ നിങ്ങൾ സംസ്ഥാനത്തെ നയിക്കും. പുതിയ സർക്കാർ കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ആരെ പിന്തുണയ്ക്കണമെന്ന് വോട്ടർമാർക്ക് അറിയാമെന്നും കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ മോശം പ്രകടനവും അഴിമതിയും കണക്കിലെടുത്തിട്ടും LDF-ന് എങ്ങനെ മറ്റൊരു തവണ കൂടി അധികാരത്തിലെത്താൻ കഴിയുമെന്ന് അദ്ദേഹം ചോദിച്ചു. കായംകുളത്ത് നിന്നും മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി M. ലിജുവിനെ പ്രശംസിച്ച തരൂർ അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു കാര്യക്ഷമനായ നേതാവിനെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കണമെന്നും പറഞ്ഞു. കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കുമെന്നും സംസ്ഥാനത്തെക്കുറിച്ച് പാർട്ടിക്ക് വ്യക്തമായ വികസന കാഴ്ചപ്പാടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. യുവാക്കൾ ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടോ എന്നും വിലയിരുത്തണം. ഈ സർക്കാരിന് നിക്ഷേപം ആകർഷിക്കാൻ കഴിഞ്ഞോ? വികസനത്തിനുള്ള ആശയങ്ങൾ നമുക്കുണ്ട്. ലിജുവിനെ പോലുള്ള യുവ നേതാക്കളെ നിയമസഭയിൽ ആവശ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.